MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു റിയൽ ബെറ്റീസ് വേഴ്സസ് ബാഴ്സലോണ FC. ഇന്നലെ ബാഴ്സലോണ FC റിയൽ ബെറ്റീസിനെ 3-5 എന്ന സ്കോറിനെ ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ മിന്നും പ്രകടനമായിരുന്നു ബാഴ്സലോണയുടെ എല്ലാ കളിക്കാരും കളിച്ചിരുന്നത്. ഇന്നലെ ബാഴ്സലോണയ്ക്ക് വേണ്ടി ഹാട്രിക് ഗോളുകളായിരുന്നു ഫെറാൻ ടോറസിന്റെ വക ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബാഴ്സലോണയ്ക്ക് വേണ്ടി മറ്റു 2 ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് റോണി, ലാമിൻ യമാൽ എന്നിവരായിരുന്നു. ലാമിൻ യമാലിന്റെ ഗോള് അത് ഒരു പെനാൽറ്റി ഗോളായിരുന്നു. അതുപോലെ തന്നെ റിയൽ ബെറ്റീസിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് ആന്റണി, ലോറന്റ്, ഹുവാൻ ഹെർണാണ്ടസ് എന്നിവരായിരുന്നു. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ആദ്യം ലീഡ് ചെയ്തിരുന്നത് അത് റിയൽ ബെറ്റീസ് ആയിരുന്നു. റിയൽ ബെറ്റീസിന് വേണ്ടി 6ാമത്തെ മിനിറ്റിൽ തന്നെ ആന്റണി ഗോൾ കണ്ടെത്തിയിരുന്നു. അതിനുശേഷമായിരുന്നു ബാഴ്സലോണ വീണ്ടും കംബാക്ക് കളി നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ബാഴ്സലോണ ഇറക്കിയിരുന്ന ആദ്യ 11 ഇങ്ങനെയായിരുന്നു. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ജോൻ ഗാർസിയ. ഇനി ഡിഫൻസീവിൽ നമ്മൾ നോക്കുമ്പോൾ റൈറ്റ് ബാക്ക് ജൂൾസ് കുണ്ടെ, സെൻറ്റർ ബാക്ക് ആയി കണ്ടുവന്നിരുന്നത് ഫഹോ കുബാർസി, ജെറാർഡ് മാർട്ടിൻ. ഇനി ലെഫ്റ്റ് ബാക്ക് നമ്മൾ നോക്കുമ്പോൾ ബാൽഡെ എന്നിവരായിരുന്നു. അതുപോലെ തന്നെ ഇനി മിഡ്ഫീൽഡർമാരായിട്ട് ഉണ്ടായിരുന്നത് പെഡ്രി, എറിക് ഗാർസിയ, റൂണി എന്നിവരായിരുന്നു. ഇനി മുന്നേറ്റ നിര നമ്മൾ നോക്കുമ്പോൾ റൈറ്റ് വിങ്ങിലെ ലാമിൻ യമാൽ, ലെഫ്റ്റ് വിങ്ങിലെ റാഷ്ഫോർഡ്, അതുപോലെ തന്നെ സ്ട്രൈക്കറായി കൊണ്ടുവന്നിരുന്നത് ഫെറാൻ ടോറസ് എന്നിവരായിരുന്നു. ഇന്നലെ മിന്നും പ്രകടനമായിരുന്നു ബാഴ്സലോണയുടെ എല്ലാ കളിക്കാരും കളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ലാലിഗ ടേബിളിൽ ഒന്നാമത് നിൽക്കുന്നത് അത് ബാഴ്സലോണ FC തന്നെയാണ്. 16 മത്സരങ്ങളിൽ നിന്ന് ബാഴ്സലോണ FCക്ക് ഉള്ളത് 40 പോയിന്റ് ആണ്. എന്നാൽ ബാഴ്സലോണക്ക് തൊട്ട് താഴെയാണ് ഇപ്പോൾ റയൽ മാഡ്രിഡും ഉള്ളത്. അവർക്ക് 15 മത്സരങ്ങളിൽ നിന്ന് 36 പോയിന്റ് അവർക്കുമുണ്ട്. ഒരു പക്ഷേ റയൽ മാഡ്രിഡ് അടുത്ത മത്സരത്തിൽ അവർ വിജയിക്കുകയാണെങ്കിൽ പോലും ബാഴ്സലോണക്ക് തൊട്ട് താഴെയാണ് അവർക്ക് നിൽക്കാൻ സാധിക്കുക. എങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് അത് ബാഴ്സലോണ FC തന്നെയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.